ഡൽഹിയിൽ CJPയുടെ സമരം വലിയ ശക്തിയാർജിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ വന്നതോടെ സമരത്തിന് വലിയ പിന്തുണയാണ് നൽകിയിരിക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ CJP നടത്തുന്ന പ്രക്ഷോഭം ഒരു മാസം കഴിയുമ്പോൾ ജന്തർ മന്ദറിലേക്ക് ജനപ്രവാഹം തുടരുകയാണ്. ഇന്ന് സമരം വീണ്ടും ശക്തമായതോടെ ഡൽഹിയിലെ 16 പ്രധാന മെട്രോ സ്റ്റേഷനുകൾ കേന്ദ്ര സുരക്ഷാ സേന അടച്ചു. ക്രമസമാധാന പാലനത്തിനായി പശ്ചിമ ബംഗാളിൽ നിന്ന് 20 യൂണിറ്റ് അധിക കേന്ദ്ര സേനയാണ് കേന്ദ്ര സർക്കാർ ഡൽഹിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ജന്തർ മന്ദറിലേക്കുള്ള എല്ലാ വഴികളും ബാരിക്കേഡുകൾ വെച്ച് അടച്ചിരിക്കുകയാണ്. എന്നാൽ ഈ അടിച്ചമർത്തലുകളൊന്നും ജനരോക്ഷത്തെ തടഞ്ഞു നിർത്താൻ കഴിയില്ലെന്ന കാഴ്ചയാണ് തലസ്ഥാനം സാക്ഷ്യം വഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ ഇന്ത്യ മുന്നണിയിലെ പ്രമുഖ നേതാക്കളെ പോലീസ് കൈകാര്യം ചെയ്ത രീതി വൻ പ്രതിഷേധത്തിന് വഴിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, കേരളത്തിൽ നിന്നുള്ള MP മാർ തുടങ്ങിയവരെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോൾ സ്പീക്കറുടെ പ്രത്യേക അനുമതിയില്ലാതെ MP മാരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്ന നിയമപരമായ പരിരക്ഷ നിലനിൽക്കെയാണ് കേന്ദ്ര പോലീസിന്റെ ഈ നടപടി. രാത്രിയോടെ നേതാക്കളെ പുറത്തുവിട്ടെങ്കിലും രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളോട് കേന്ദ്ര സർക്കാർ കാട്ടിയ ഈ നടപടി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമായി. നീറ്റ് പരീക്ഷാ ചോർച്ചയിൽ കേന്ദ്രം അവസാനം ചർച്ചയ്ക്ക് തയ്യാറാകാമെന്ന് പറഞ്ഞു. പക്ഷേ കേന്ദ്രമന്ത്രിയുടെ രാജിയാണ് ആദ്യം വേണ്ടത്. അതിനുശേഷം മതി സഭയിൽ ചർച്ച എന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി നിർണ്ണയിക്കുന്ന നീറ്റ് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുക്കുമെന്നും പാർലമെന്റിൽ ഇന്ത്യ മുന്നണി ഉയർത്തുന്ന പ്രതിഷേധം സർക്കാരിനെ ഉലക്കുമോ എന്നതും വരും ദിവസങ്ങളിൽ വ്യക്തമാകും.